കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നു. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അനുവദിച്ച 752 കോടിയുടെ കേന്ദ്ര പദ്ധതി കൊച്ചിക്ക് ആവശ്യമില്ല എന്ന് അറിയിച്ച് സ്വയം പിന്മാറിയിരിക്കുന്നു. പകരം അധിക തുകയ്ക്ക് വിദേശ കമ്പനിക്ക് കരാർ നൽകുകയും ചെയ്തു. ADB വായ്പയുടെ മറവിൽ എസ്റ്റിമേറ്റ് തുകയുടെ 21% അധിക തുകയ്ക്ക് വിദേശ കമ്പനിയായ സോയൂസ് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് കരാർ നൽകിയിരിക്കുന്നത്. കൊച്ചി കുടിവെള്ള പദ്ധതിയുടെ പേരിൽ ADBയിൽ നിന്ന് 2511 കോടിയുടെ വായ്പയാണ് സംസ്ഥാന സർക്കാർ എടുക്കുന്നത്. വായ്പ എടുക്കുന്നതിന് സംസ്ഥാനതല എംപവേർഡ് കമ്മിറ്റി അനുമതിയും നൽകി. കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതിയിൽ കരാർ പണികളുടെ ഓരോ ഘട്ടത്തിലും വ്യക്തമായ പരിശോധന ഉണ്ടാകും. ഇത് അനുസരിച്ചായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് തുക അനുവദിക്കുന്നത്. ADB വായ്പയിലാണ് എങ്കിൽ പരിശോധന കൂടാതെ തുക ലഭിക്കും. വായ്പയുടെ നിബന്ധന പ്രകാരം ജലവിതരണം സ്വകാര്യ കമ്പനിക്ക് നൽകുമ്പോൾ വെള്ളത്തിന്റെ കച്ചവട മൂല്യം കൂടുകയും സേവനങ്ങളുടെ നിരക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയും വരും. നിലവിലുള്ള കുടിവെള്ള പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകളാണ് സ്ഥാപിക്കുന്നത്. ഇതോടെ വിലയിലും പൊതുവിതരണത്തിലും ഉപഭോക്താക്കൾ ഇരട്ടി തുകയും നൽകേണ്ടതായി വരും. കൊച്ചിയിലെ ജലനഷ്ടം 51%ആണുള്ളത്. 20% കുറച്ച് ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിനാണ് ഈ പദ്ധതി. പഠനത്തിന്റെ ആധികാരികതയിലും സംശയവും അഴിമതി ആക്ഷേപവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. കൊച്ചിയിലെ ജലനഷ്ടം 35%-ഓളമേ വരികയുള്ളൂ. പദ്ധതി സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആർബിട്രേഷൻ നടപടികൾക്ക് സിംഗപ്പൂരിൽ പോകണമെന്ന വ്യവസ്ഥയിലും ആശങ്കയുണ്ട്. കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ നിന്ന് പിന്മാറി സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുന്നതിലൂടെ ഇടനിലക്കാർക്ക് 10 മുതൽ 20% വരെ കമ്മീഷനായി ലഭിക്കും. മറ്റു ജില്ലകളിലും ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു. അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്നു. പൊതുവിപണിയിൽ നിന്ന് 1000 കോടി രൂപ വായ്പയെടുക്കാനാണ് ഒരുങ്ങുന്നത്. കടപത്രം വഴി 1000 കോടി രൂപ സമാഹരിക്കാനാണ് തീരുമാനം. നേരത്തെ ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. സർക്കാരിന്റെ മുൻഗണനകൾ നിശ്ചയിക്കണമെന്ന CPIM നിർദ്ദേശത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയങ്ങളിൽ വിശദീകരണം നൽകിക്കൊണ്ടുള്ള പ്രമേയം മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചു. കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് പ്രമേയ വിശദീകരണം നൽകിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ സംബന്ധിച്ച് വിശദമായ വിശദീകരണമാണ് സർക്കാർ നടത്തിയത്. പെൻഷൻ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ വിഹിതം നാമമാത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ച പ്രമേയം പെൻഷൻ വിഹിതത്തിലെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് എന്നും ആരോപിച്ചിരുന്നു.